ഇന്നെന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസമാണ്. മനസ്സിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചേക്കാം. ശാലു സന്തോഷത്തോടെ കിച്ചണിലേക്ക് പോയി. പക്ഷേ അവിടെ അവൾക്കെന്താ ആരെയും പ്രതീക്ഷിക്കണ്ട. അവൾ കണ്ടു കിച്ചണിൽ അടുപ്പേയില്ല. ഇതെന്താ, ഈ അടുക്കളയിൽ അടുപ്പ് പോലുമില്ലല്ലോ. അടുപ്പില്ലാതെ ഞാൻ എങ്ങനെ പാചകം ചെയ്യും? ഇവർക്കെന്താ അറിയില്ലേ അടുപ്പില്ലാതെ ഞാൻ എങ്ങനെ പാചകം ചെയ്യാനാണ്? കണ്ടോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. ശാലു പച്ചക്കറിയെല്ലാം നന്നായി അരിഞ്ഞെടുത്തു. ശരി, ഇപ്പോൾ ഡയറ്റിങ്ങിനുള്ള ഭക്ഷണം റെഡിയായി. പക്ഷേ ഇത് എന്തിന്റെ ഒപ്പം കഴിക്കും? എന്തായാലും റൊട്ടി ഉണ്ടാക്കണമെങ്കിൽ അടുപ്പിന്റെ ആവശ്യമുണ്ടാകും. പക്ഷെ ഇപ്പോൾ അതിന് പറ്റില്ല. ശാലു വേഗം ചന്തയിലേക്ക് പോയി അവിടെ നിന്നും ബ്രെഡ് വാങ്ങിക്കൊണ്ടുവന്നു. അമ്മേ, അച്ഛാ, ആദിത്യ, ഭക്ഷണം റെഡിയായി, വരൂ. ഇത് കേട്ട് 3 പേരും ഞെട്ടിപ്പോയി. കാരണം 3 പേരും ഒരു മുറിയിലായിരുന്നു, തന്റെ മരുമകൾ വിളിക്കുന്നതും പ്രതീക്ഷിച്ചുകൊണ്ട്. ഞാൻ കേട്ടത് തന്നെയാണോ നിങ്ങളും കേട്ടത്? ആ, ഞാനും അത് തന്നെയാ കേട്ടത്. എന്നാൽ എനിക്കൊരു കാര്യം മനസ്സിലാകുന്നതേയില്ല. അവിടെ അടുപ്പില്ലാതെ അവൾ എങ്ങനെയായിരിക്കും പാചകം ചെയ്തത്? ഇതൊക്കെ വെളിയിൽ പോയാലേ നമുക്ക് മനസ്സിലാകുള്ളൂ. 3 പേരും വെളിയിലേക്ക് വന്നപ്പോൾ കണ്ടു പച്ചക്കറി കൊണ്ടുണ്ടാക്കിയ കറിയും മസാലയിട്ട സലാഡും കുറച്ചു ബ്രെഡും. അയ്യയ്യോ, എന്റെ ഈ പ്ലാനും ചീറ്റിപ്പോയല്ലോ. ആ, കുഴപ്പമൊന്നുമില്ല. എന്തായാലും കുറഞ്ഞ പക്ഷം ഇവർ തമ്മിൽ ഇനി വഴക്കെങ്കിലും ഉണ്ടാക്കാതെ ഇരിക്കുമല്ലോ. അടുപ്പിന്റെ കാര്യവും പറഞ്ഞ് അടുപ്പിൽ വെച്ച് ഉണ്ടാക്കാത്ത ഈ ഭക്ഷണം പോലും കഴിക്കാൻ എന്തൊരു സ്വാദായിരിക്കുന്നു. പിന്നെ ഇത് ഹെൽത്തിയുമാണല്ലോ. പക്ഷേ എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു? എന്തുകൊണ്ടാണ് ആ വീട്ടിൽ അടുപ്പില്ലാത്ത അടുക്കള പണിതുണ്ടാക്കിയത്? എന്താ, ആ അടുക്കളയിൽ ഒരിക്കലും അടുപ്പുണ്ടായിട്ടില്ലേ? ഇതറിയാനായി നമുക്ക് കഥയുടെ പിന്നിലേക്ക് പോകേണ്ടി വരും. ശാലു ആദ്യമായി കല്യാണം കഴിച്ച് ഭർത്താവിന്റെ വീട്ടിൽ വന്നപ്പോൾ തന്റെ ഒപ്പം ഒരു വലിയ ഗ്യാസ് അടുപ്പ് കൊണ്ടുവന്നു. നോക്കുമോളെ, നമ്മുടെ വീട്ടിൽ നല്ലൊരടുപ്പുണ്ടല്ലോ. പിന്നെയും നീ എന്താ കൊണ്ടുവന്നിരിക്കുന്നത്? ഇത് സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി വെക്ക്. അടുക്കളയിൽ ഒരു അടുപ്പിരിപ്പുണ്ട്, അതെനിക്ക് സ്ത്രീധനമായി കിട്ടിയതാണ്. ശരിയമ്മേ, ഇതിലൊക്കെ എന്തിരിക്കുന്നു? ആ അടുപ്പ് എപ്പോൾ വരെ നന്നായിരിക്കുന്നോ അത് നമുക്ക് ഉപയോഗിക്കാം. അത് കേടായി കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുവന്ന അടുപ്പെടുക്കാം. ശാലു താൻ കൊണ്ടുവന്ന അടുപ്പ് സ്റ്റോർ റൂമിൽ വെച്ചു. പിന്നെ അടുക്കളയിൽ പോയി തന്റെ അമ്മായിയമ്മയുടെ അടുക്കളയിൽ പാചകം ചെയ്തു. പിന്നെ ശാലു ഭക്ഷണമുണ്ടാക്കി ടേബിളിൽ കൊണ്ടുവച്ചപ്പോൾ അച്ഛൻ, അമ്മ, ആദിത്യ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. മോളെ, നിന്റെ അമ്മ നിനക്ക് പാചകമൊന്നും പറഞ്ഞു തന്നിട്ടില്ലേ? ഇത്രയും സമയം വേണോ ഭക്ഷണമുണ്ടാക്കാൻ? അമ്മേ, നിങ്ങൾ എന്ത് വേണമെങ്കിലും എന്നെ പറഞ്ഞോളൂ. എന്റെ അമ്മയെക്കുറിച്ച് സംസാരിക്കാൻ ആർക്കും അധികാരമില്ല. പിന്നെ ഭക്ഷണം നിങ്ങളുടെ അടുപ്പ് കാരണമാ ഇത്രയും താമസിച്ചത്. ഇത്ര പതുക്കെ കത്തുന്നതാണെങ്കിൽ പറയണ്ടേ? ഇത്രയും സ്ലോ ആയിട്ട് ആരും ഡാൻസ് പോലും കളിക്കില്ല. നീ എന്തിനാ കിക്കിന്ന് ചിരിക്കുന്നത്? അവളെന്റെ അടുപ്പ് മോശമാണെന്ന് പറഞ്ഞപ്പോൾ ചിരിക്കുന്നോ? അയ്യോ, അതിലിപ്പോൾ മോശം പറയാൻ എന്തിരിക്കുന്നു? മരുമകൾ പറഞ്ഞതെല്ലാം വളരെ ശരിയല്ലേ? നിന്റെ അടുപ്പ് ഇപ്പോൾ വളരെ മോശാവസ്ഥയിലാണ്. നാളെ കൊണ്ടുപോയി അത് റിപ്പയർ ചെയ്തെടുക്കണം. എന്നിട്ടത് സ്റ്റോർ റൂമിൽ വെക്കുക. വൈകുന്നേരം അവളുടെ അമ്മായച്ചൻ പറഞ്ഞു, ആ മോളെ, കുറച്ച് ചായ ഉണ്ടാക്കി തരാമോ? എന്തിനാ അങ്ങനെ ചോദിക്കുന്നത് അച്ഛാ? താങ്കൾ എന്നോട് പറഞ്ഞാൽ പോരെ? എനിക്കും ചായ കുടിക്കണമെന്നുണ്ട്. നമുക്ക് 3 പേർക്കും കൂടി ചായ ഉണ്ടാക്കാം. അമ്മയും കൂടി വിളിച്ചോളൂ. ശാലു അടുക്കളയിൽ പോയി ചായ പാത്രത്തിൽ വെച്ച് അവൾ അടുപ്പ് കത്തിക്കാനായി ശ്രമിച്ചു. എന്നാൽ ഗ്യാസ് പോലും പുറത്തു വരുന്നില്ല. പെട്ടെന്ന് അടുക്കളയിൽ ഗ്യാസിന്റെ മണം വരാൻ തുടങ്ങി. അമ്മയുടെ അടുപ്പിൽ നിന്നും ഗ്യാസ് ലീക്കാകുന്നുണ്ടല്ലോ. അടുപ്പ് കത്തുന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് തോന്നും തോട്ടിലെടുത്തെറിയാൻ. അപ്പോൾ അവിടേക്ക് അമ്മായിയമ്മയും വന്നു. എന്താ നീ പറഞ്ഞത്? എന്റെ അടുപ്പെടുത്ത് നീ തോട്ടിക്കളയുമെന്നോ? മതിയാക്കിക്കോ നീ. ഇന്നു മുതൽ എന്റെ അടുപ്പിന്റെ അടുത്ത് നിന്നെ കണ്ടുപോകരുത്. അമ്മേ, ഈ അടുപ്പിന്റെ കാലാവധിയൊക്കെ കഴിഞ്ഞതാ. ഇത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഞാനെന്ത് ചെയ്യും? അമ്മ നോക്ക്, ഗ്യാസിന്റെ മണം വരുന്നു. എന്നുവെച്ചാൽ അമ്മയുടെ അടുപ്പ് ലീക്കാണെന്ന്. അവരുടെ ശബ്ദം കേട്ട് അവിടേക്ക് അമ്മായിയച്ഛനും വന്നു. അയ്യോ, എന്തു പറ്റി? രണ്ടുപേരും ഇങ്ങനെ പിള്ളേരെ പോലെ എന്തിനാ വഴക്കുണ്ടാക്കുന്നത്? നോക്ക്, നിങ്ങളുടെ മരുമകൾ നമ്മളുടെ അടുപ്പിനെപ്പറ്റി എന്താണ് പറഞ്ഞതെന്ന്. അവൾ പറയുക അടുപ്പെടുത്ത് തോട്ടിൽ കളയുമെന്ന്. അച്ഛാ, അച്ഛൻ തന്നെ നോക്ക്, ഗ്യാസിന്റെ മണം വരുന്നില്ലേ? അടുപ്പൊട്ടും പ്രവർത്തിക്കുന്നുമില്ല. ഞാൻ പോയി എന്റെ അടുപ്പെടുത്തോണ്ട് വരാം. എന്നിട്ട് ഈ അടുപ്പെടുത്ത് നമുക്ക് സ്റ്റോർ റൂമിൽ വെക്കാം. ശരി, ഞാനും ഇപ്പോൾ പഴയതായില്ലേ. എനിക്കും എവിടെയെങ്കിലുമൊക്കെ ലീക്ക് കാണുമായിരിക്കും. നീ എന്നെയും എടുത്ത് ആ സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി വെക്ക്. എന്നിട്ട് പുതിയ അമ്മായിയമ്മയെ കൂടെ കൊണ്ടുവാ. നീ വെറുതെ വാക്കുകളൊക്കെ വളച്ചൊടിക്കാതെ. ശരിയെന്നാൽ
ഞാൻ നിന്റെ അടുപ്പ് ഇപ്പോൾ തന്നെ കൊണ്ടുപോയി ശരിയാക്കിക്കൊണ്ടുവരാം. കുറച്ചു ദിവസം പിന്നെയും പ്രവർത്തിച്ചു. പക്ഷെ അതിനുശേഷം നോക്ക്, ഇന്നും ഈ അടുപ്പ് വർക്കാകുന്നില്ല. 1 മണിക്കൂർ വേണം അതൊന്ന് കത്തിത്തുടങ്ങാൻ തന്നെ. ഞാൻ ഇന്നൊന്നും ഉണ്ടാക്കുന്നില്ല. പതുക്കെ പതുക്കെ രാത്രി 10 മണിയായി. അപ്പോൾ ആദിത്യ ശാലുവിനെ വിളിച്ചു വരുത്തി. ശാലു, രാത്രി 10 മണിയായിരിക്കുന്നു. എനിക്ക് രാവിലെ ഓഫീസിൽ പോകാനുള്ളതാ. ഇതുവരെ നീ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയില്ലേ? എങ്ങനെ ഉണ്ടാക്കാനാ ഭക്ഷണം? അടുപ്പ് കത്തുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? 1 മണിക്കൂർ വേണം അതൊന്ന് കത്തിത്തുടങ്ങാൻ. ഞാൻ പുതിയ അടുപ്പ് പോയി എടുത്തുകൊണ്ട് വരാം. അതാ സ്റ്റോർ റൂമിൽ ഇരിപ്പുണ്ട്. അതത്ര പ്രയാസമുള്ളതൊന്നുമല്ല. ഇതുവരെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. എപ്പോൾ നിന്റെ ഭാര്യ വീട്ടിൽ വന്നോ അന്നു മുതൽ എപ്പോഴും ഈ വീട്ടിൽ എന്റെ അടുപ്പിനെക്കുറിച്ചുള്ള വഴക്കാണ് നടക്കുന്നത്. ഒരു കാര്യം ചെയ്തേക്കാം, ഈ അടുപ്പും കൊണ്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോയേക്കാം. അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും ശരിയായിക്കോളൂ. അമ്മേ, ഒരു അടുപ്പിനെ ചൊല്ലി എന്തിനാ ഇങ്ങനെ രണ്ടുപേരും വഴക്കുണ്ടാക്കുന്നത്? അമ്മയുടെ അടുപ്പ് ഞങ്ങളുടെ അടുത്ത് വെളിയിലൊന്നും കളയാൻ പോകുന്നില്ലല്ലോ. അത് മിണ്ടാതെ എടുത്ത് അകത്തെവിടെയെങ്കിലും സ്റ്റോർ റൂമിൽ വെച്ചേക്കാം. അമ്മയ്ക്ക് ദിവസം വേണമെങ്കിൽ അത് പോയി കാണാം. ശാലു പുതിയ അടുപ്പ് കൊണ്ടുവന്നിട്ടില്ലേ? അതിൽ പെട്ടെന്ന് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാമല്ലോ. വേണ്ട വേണ്ട, ഞാൻ എന്റെ അടുപ്പും കൊണ്ട് പുറത്തങ്ങ് പോയേക്കാം. പിന്നെ നിങ്ങൾ നിങ്ങളുടെ പുതിയ അടുപ്പെടുത്ത് ഭക്ഷണം ഉണ്ടാക്കിക്കോ. നിങ്ങൾ രണ്ടുപേരും എപ്പോൾ നോക്കിയാലും എങ്ങനെയാ? ആ അടുപ്പിനെ ചൊല്ലി എപ്പോഴും എന്തിനാ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് നിങ്ങൾ? നീ മരുമകളുടെ പുതിയ അടുപ്പ് അടുക്കളയിൽ വെക്കാൻ സമ്മതിക്കുന്നുമില്ല. പിന്നെ മരുമകൾ പഴയ അടുപ്പിൽ ഭക്ഷണം ഉണ്ടാക്കാനും ഒരുങ്ങുന്നില്ല. അമ്മേ, അച്ഛാ, ഞാനിതിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കിക്കോളാം. കണ്ടോ, അവസാനം എന്റെ അടുപ്പ് തന്നെ വിജയിച്ചു. അതുകൊണ്ടാ പറയുന്നത് അമ്മായിയമ്മമാരോടും മത്സരത്തിന് വരരുത്. ശാലു അതിൽ ഭക്ഷണം ഉണ്ടാക്കാനായി ശ്രമിച്ചു. അവൾ വീണ്ടും വീണ്ടും അടുപ്പ് കത്തിക്കാനായി ശ്രമിച്ചു. എന്നാൽ അത് കത്തിയതേയില്ല. പെട്ടെന്ന് ഗ്യാസ് ലീക്കായതുകൊണ്ട് തീ കത്തി. ശാലുവിന്റെ സാരിയും കത്തി. അവൾ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. ആദിത്യ, രക്ഷിക്കൂ! അച്ഛാ, ഓടിവാ, രക്ഷിക്കൂ! ആദിത്യ ഒരു ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്ന് വേഗം ഒഴിച്ചു. അങ്ങനെ തീയും അണഞ്ഞു. 3 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം ശാലുവിന് ശരിയായി. അവൾ വീട്ടിൽ തിരിച്ചു വന്നു. കണ്ടില്ലേ നീ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ? കൃത്യസമയത്ത് ആദിത്യ വന്ന് വെള്ളം ഒഴിച്ചതുകൊണ്ട് നന്നായി. അല്ലെങ്കിൽ ശാലുവിന് എന്ത് സംഭവിക്കുമായിരുന്നെന്ന് ആര് കണ്ടു? എന്തു പറയാനാ, അവളിപ്പോൾ ദൈവത്തിന്റെ അടുത്ത് പോകുമായിരുന്നു. മോളെ, എന്നോട് ക്ഷമിക്കൂ. എനിക്ക് എന്റെ അടുപ്പിന്റെ മേൽ നല്ല അഹങ്കാരമുണ്ടായിരുന്നു. ഇന്നത് നിനക്ക് പറ്റി. നാളെ ചിലപ്പോൾ അത് എനിക്കും പറ്റും. ആരുടെയും ജീവിതം വെച്ച് കളിക്കാൻ എനിക്ക് ഒരാഗ്രഹവുമില്ല മോളെ. ആദിത്യമോനെ, എന്റെ അടുപ്പ് സ്റ്റോർ റൂമിൽ വെച്ചേക്ക്. മോള് കൊണ്ടുവന്ന അടുപ്പ് എടുത്ത് അടുക്കളയിൽ വെച്ചേക്ക്. ആദിത്യ പുതിയ അടുപ്പ് അടുക്കളയിൽ കൊണ്ടുപോയി വെച്ചു. എല്ലാവരും സന്തോഷത്തോടെ ജീവിച്ചു. കുറച്ചുനാൾ മുമ്പത്തുള്ള കഥയാണ്. രാംഗഡ് എന്ന് പറയുന്ന ഒരു നല്ലൊരു ഗ്രാമമുണ്ടായിരുന്നു. ആ ഗ്രാമത്തിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവര് ഭയങ്കര പിശുക്കിയായിരുന്നു. ഇപ്പൊ നമ്മുടെ 2 മക്കളും വളർന്നിരിക്കുന്നു. അവർ വലിയവരായി. അജയ് മോനെ കല്യാണം കഴിക്കാനായി. നിങ്ങൾ കൊള്ളാലോ മനുഷ്യ. 2 പേരെ കല്യാണം കഴിപ്പിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അതിന് നല്ല ചെലവാകുന്നേ. നമുക്കൊരു കാര്യം ചെയ്തിൽ നിന്നും ആരെങ്കിലും ഒരാളെ വിവാഹം ചെയ്യിപ്പിക്കാം. 2 പേർക്കും ഒരു ഭാര്യ മതി. നീ ഇതെന്തൊക്കെയാണ് പറയുന്നത്? എന്റെ പൊന്നു മനുഷ്യ, കല്യാണം ചെയ്യുന്ന എന്തിനാ? വീട്ടിലെ ജോലിയൊക്കെ നോക്കി നടത്തിക്കൊണ്ട് പോണം. അതിനിപ്പോ 2 പേരും കൂടെ ഒരാളെ കല്യാണം കഴിച്ചാ പോരെ? അതാവുമ്പോ 2 പേരുടെ കാര്യം നോക്കി നടത്താൻ ഒരാള് മതി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ആരാധ്യ എന്ന പെൺകുട്ടിയുമായി 2 മക്കളുടെ കല്യാണം അവൾ നടത്തും. അവളുടെ ആദ്യത്തെ ദിവസം അടുക്കളയിൽ എന്തോ ഉണ്ടാക്കുകയായിരുന്നു. എന്റെ മരുമകള് എന്തുണ്ടാക്കാൻ പോവാ? അമ്മായി, ഇന്ന് എന്റെ ആദ്യത്തെ ദിവസമല്ലേ ഇവിടെ. ഞാൻ പായസവും ക്യാരറ്റ് ഹൽവയും ഉണ്ടാക്കുവാ. അത്ര ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നും ഇല്ല. ഒന്നിലെ പായസം ഉണ്ടാക്ക്, ഇല്ലേ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കിയാ മതി. അത് നല്ല കാര്യാ അമ്മായി, അധികം കഷ്ടപ്പെടണ്ടല്ലോ. എന്നാ 2 ക്യാരറ്റ്, ഈ 2 ക്യാരറ്റ് വെച്ച് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്ക്. നിൽക്ക്, ഞാൻ നിനക്ക് പാലും കൊണ്ടുതരാം. അമ്മായി നേരെ ചെറിയ ഗ്ലാസ്സിൽ പാലെടുത്തോണ്ട് വന്ന് വലിയ പാത്രത്തിലോട്ട് ഒഴിച്ചു. എന്നിട്ടതിൽ ഒരുപാട് വെള്ളം ഒഴിച്ചു. ഇന്നാ പാല്, ഇതിലധികം പഞ്ചാര ഇടല്ലേ. ഇന്നാ എന്റെ അടുത്ത് മുട്ടായി ഇരിപ്പുണ്ടെന്നാ, അപ്പുറത്തെ പിള്ളേരുടെ നിന്ന് എടുത്തതാ. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിട്ടാല്. ആരാധ്യയുടെ അമ്മായിയമ്മ അതും പറഞ്ഞ് അവിടെ നിന്ന് പോയി. പക്ഷെ അപ്പുറത്തുനിന്ന് ഒളിഞ്ഞു നോക്കി. ഇനി മരുമകളെങ്ങാനാ കൂടുതലെന്തെങ്കിലും ചെയ്താലോ? എന്റെ അമ്മായി ഇത്തിരി പിശുക്കിയാണല്ലോ. എന്തെങ്കിലും ആവട്ടെ, എനിക്ക് നല്ലതാ. അധികം ഭക്ഷണം ഉണ്ടാക്കി സമയം കളയണ്ടല്ലോ. അങ്ങനെ ആരാധ്യ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കി വീട്ടുകാർക്കൊക്കെ വിളമ്പിക്കൊടുത്തു. എല്ലാരും ഡൈനിങ് ടേബിളിലായിരുന്നു. വിജയ്, ഇതിനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ക്യാരറ്റ് ഹൽവ നീ നന്നായിട്ടാണല്ലോ ഉണ്ടാക്കിയത്. ഇതില് പാല് കുറവാണ്, മധുരം ആവശ്യത്തിനാണ്. അത്ഭുതമായിരിക്കുന്നു.
ഇത് രണ്ടുപേരും എങ്ങനെ ഉണ്ടാക്കി? എനിക്ക് ചെറുപ്പം തൊട്ടേ ആഹാരം ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അച്ഛാ. സാധനങ്ങൾ എത്രയുണ്ടോ അത് വെച്ച് സ്വാദിഷ്ടമായ ആഹാരം ഉണ്ടാക്കും. എല്ലാരും ഹൽവ കഴിച്ചു, പക്ഷെ ആരാധ്യക്ക് ഇല്ലായിരുന്നു. ഇത് കുഴപ്പമില്ല, ഇതെന്റെ ഒരു ചെറിയ ടെസ്റ്റ് ആയിരുന്നു. അതുകൊണ്ടായിരിക്കും അമ്മായി എന്നോട് ഇച്ചിരി ഹലുവ ഉണ്ടാക്കാൻ പറഞ്ഞേ. വൈകുന്നേരമായപ്പോ രാത്രിയിലെ ഭക്ഷണം ഉണ്ടാക്കാൻ നേരത്തും അമ്മായി അടുക്കളയിലോട്ട് വീണ്ടും വന്നു. ഇനി എന്തുണ്ടാക്കാൻ പോണത് മോളെ? അമ്മായി അത് പിന്നെ ഞാൻ അമ്മായിനെ കാത്തു നിൽക്കുമായിരുന്നു. നിനക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടി. ഇന്നാ 2 ഉരുളക്കിഴങ്ങ്, പാതി സവാള, ഒരു തക്കാളി, ഗോതമ്പ് പൊടി. ഇതിലെന്തുണ്ടാക്കാൻ പറ്റുമോ അത് ഉണ്ടാക്ക്. ആരാധ്യ ഭക്ഷണം വെച്ചു. എല്ലാരും അത് കഴിക്കുകയും ചെയ്തു. പക്ഷെ ആരാധ്യയ്ക്ക് അടുക്കളയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അമ്മായി, എനിക്കൊന്നും ഇല്ലല്ലോ കഴിക്കാൻ. ഞാൻ ഒന്നും കൂടെ ഉണ്ടാക്കാം. അതെ, എന്റെ അടുത്ത് ഒരു ചപ്പാത്തിയും ഇത്തിരി കറിയും ഉണ്ട്. ഇത് കഴിച്ചിട്ട് ഉറങ്ങിക്കോ. അമ്മായി, എനിക്ക് ഒരെണ്ണം കഴിച്ച വയറൊന്നും അറിയൂലോ. ചാവാതിരിക്കാനേ ഒരു ചപ്പാത്തിയൊക്കെ മതി. അന്നത്തെ ദിവസം ആരാധ്യ ഒരു ചപ്പാത്തിയും കറിയും കഴിച്ചിട്ട് കിടന്നു. ആരാധ്യയ്ക്ക് അവിടെ ഒരു മുറി കിട്ടിയിരുന്നു. അവിടെ ഒറ്റയ്ക്കാണ് അവൾ കിടക്കുന്നത്. എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഇത് ശരിക്കും ഒരു വീട് തന്നെയാണോ? 2 ആൺമക്കളെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിച്ചു. എന്നിട്ടിതാ എന്നെ ഒറ്റയ്ക്ക് കിടത്തിയിരിക്കുന്നു. അല്ല, എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് വേലക്കാരിയായിട്ടാണോ? അടുത്ത ദിവസം രാവിലെ അവൾ എണീറ്റപ്പോഴേക്കും അവൾ ബാത്റൂമിൽ ചെന്നപ്പോ വെള്ളം വരുന്നുണ്ടായിരുന്നില്ല. അമ്മായി, ബാത്റൂമിൽ വെള്ളം വരുന്നില്ലല്ലോ. എന്റെ ബാത്റൂമിൽ പൊക്കോ, അവിടെ ഒരു ബക്കറ്റ് വെള്ളം നിറച്ചു വെച്ചിട്ടുണ്ട്. ഇതെന്റെ ബാത്റൂമിലെ വെള്ളം ഞാനാ നിർത്തിച്ചത്. ആരാധ്യ അമ്മായിയുടെ ബാത്റൂമിലോട്ട് പോയപ്പോ 1/2 ബക്കറ്റ് വെള്ളമാണ് അവള് കണ്ടത്. ആ പാതി ബക്കറ്റ് എടുത്തോണ്ട് അവളുടെ ബാത്റൂമിലേക്ക് വന്നു. അമ്മായി വല്ലാണ്ട് പിശുക്കിയാണല്ലോ. ഈ പിശുക്ക് മുഴുവൻ എന്റെ അടുത്താണ് കൂടുതൽ കാണിക്കുന്നത്. ആരാധ്യയുടെ അമ്മായി അവളോട് ഭയങ്കരമായി പിശുക്ക് കാണിക്കുമായിരുന്നു. അവൾക്ക് മര്യാദയ്ക്ക് ആഹാരം പോലും കൊടുക്കില്ല. കുളിക്കാനും വെള്ളമില്ല. കുറെ മാസങ്ങൾ അങ്ങനെ പോയി. വിജയ്, നമുക്ക് രണ്ടുപേർക്കൊന്ന് പാർട്ടിക്ക് പോവാം. എല്ലാവരും അവരവരുടെ ഭാര്യമാരെ കൊണ്ടാ പോകുന്നത്. അജയും വിജയ് ആരാധ്യനെ വിളിച്ചു. നേരെ ചൊവ്വ ആഹാരം കിട്ടാത്തതുകൊണ്ട് തന്നെ അവള് ഭയങ്കരമായി ക്ഷീണിച്ചുപോയി. ആരാധ്യ, പാർട്ടിക്ക് പോകാനായിട്ട് പെട്ടെന്ന് തയ്യാറായിക്കോ. കുറച്ചേരം കഴിഞ്ഞപ്പോ ആരാധ്യ ഒരുങ്ങി വന്നു. ആരാധ്യ, പാർട്ടി എന്ന് കേട്ടതും ലോകത്തിലെ എല്ലാ പെൺകുട്ടികളും മണിക്കൂറുകളോളം മേക്കപ്പ് ചെയ്യും. നീ ഡ്രസ്സ് മാത്രല്ലേ മാറ്റിയുള്ളൂ, മേക്കപ്പ് ചെയ്തില്ലേ? ഞാൻ നിങ്ങളോട് എന്ത് പറയാനാ? അമ്മായി മേക്കപ്പ് എന്ന് പറഞ്ഞ ആകെ തന്നത് ഒരു പൗഡറാ. അതും തേച്ചിട്ട് ഞാനങ്ങ് വന്നു. അമ്മ ഇപ്പൊ മേക്കപ്പിലും പിശുക്ക് കാണിക്കാൻ തുടങ്ങി. അമ്മയോടൊന്നും പറയാനില്ല. നീ എന്തായാലും വാ. അജയും വിജയും ഭാര്യയും കൊണ്ട് പാർട്ടിയിലെത്തി. എന്തൊക്കെയുണ്ട് അജയ്? പുള്ളിക്കാരി വല്ലാതെ മെലിഞ്ഞിട്ടാണല്ലോ. അല്ല, നിങ്ങൾ കഴിക്കുകയും കുടിക്കുകയൊന്നും ചെയ്യുന്നില്ലേ? അങ്ങനെയൊന്നും ഇല്ല. ജീവിച്ചിരിക്കാനുള്ള ഭക്ഷണമൊക്കെ എന്റെ അമ്മായി എനിക്ക് തരാറുണ്ട്. എന്താ വിജയ്, ചേട്ടൻ സ്വന്തം ഭാര്യയും കൊണ്ട് വന്നിട്ടും നീ നിന്റെ ഭാര്യയെ കൊണ്ടുവന്നില്ലേ? ഈ അടുത്ത് നിൽക്കുന്നത് എന്റെ ഭാര്യയാണ്. അല്ല, ഇത് അപ്പോ അജയ് ചേട്ടന്റെ ഭാര്യയല്ലേ? ആരാധ്യ രണ്ടുപേരുടെയും ഭാര്യയാണ്. ഇത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഞെട്ടിപ്പോയി. എല്ലാരും അവരെ കളിയാക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അജയും വിജയും അവളെയും കൊണ്ട് തിരിച്ചു വീട്ടിൽ വന്നു. വീട്ടിലെത്തിയപ്പോഴേക്കും അവള് തല ഇറങ്ങി വീണു. അമ്മേ, അച്ഛാ, ഞാൻ ഡോക്ടറിനെ വിളിക്കട്ടെ? ഡോക്ടറിനെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡോക്ടർ വന്നാലേ നല്ല ഫീസ് വാങ്ങും. നീ ഒരു കാര്യം ചെയ്യ്, ഒരു കമ്പൗണ്ടറിനെ അങ്ങ് വിളിക്ക്. ആ സമയത്ത് അവളുടെ അമ്മയച്ഛൻ അവിടെ വന്നു. നീ മരുമകളോടൊപ്പം അടുക്കളയിൽ പിശുക്ക് കാണിച്ചു, വെള്ളം കുടിക്കുന്നതിൽ പിശുക്ക് കാണിച്ചു, എല്ലാ സാധനങ്ങളിലും പിശുക്ക് കാണിച്ചു. അതൊക്കെ പോട്ടേന്ന് വെക്കാം, പക്ഷേ അവരുടെ ജീവിതത്തിൽ എന്തിനാ പിശുക്ക് കാണിച്ചത്? മോനെ, പെട്ടെന്ന് ഡോക്ടറെ വിളിക്കേ. കുറച്ചു സമയത്തിനുള്ളിൽ ഡോക്ടർ വരും. നിങ്ങളുടെ മരുമകൾക്ക് നല്ല പനിയുണ്ട്. പക്ഷെ എന്താ ഇങ്ങനെ? ഇവരുടെ ശരീരം വളരെ ശോഷിച്ചിരിക്കുന്നല്ലോ. നിങ്ങൾ മരുമകൾക്കൊന്നും കഴിക്കാൻ കൊടുക്കാറില്ലേ? ഡോക്ടർ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഡോക്ടർ അവൾക്കൊരു ഇഞ്ചക്ഷൻ കൊടുത്തു. കുറച്ച് മരുന്നുകളും കൊടുത്ത് അവിടെ നിന്ന് പോയി. ആരാധ്യയ്ക്ക് നടക്കാൻ പോലും ബുദ്ധിമുട്ടായി തുടങ്ങി. അവൾ കട്ടിലിൽ നിന്ന് എണീക്കുമ്പോഴേക്കും തല കറങ്ങിയ കട്ടിലിൽ വീഴും. എനിക്ക് തോന്നുന്ന കുറച്ചും കൂടെ ഭക്ഷണം കൂടുതൽ കൊടുക്കണം. ഒരാഴ്ചയായിട്ട് കട്ടിലിൽ തന്നെ കിടപ്പാണ്. ഇത് കാരണം എന്റെ പിള്ളേർക്ക് ഭക്ഷണവും കിട്ടുന്നില്ല, ഞങ്ങൾക്കും ചായ ഒന്നും കിട്ടുന്നില്ലല്ലോ. ആരാധ്യയില്ലാത്തത് കൊണ്ട് തന്നെ എല്ലാം മുടങ്ങിക്കിടക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മായി നേരെ അവക്ക് ജ്യൂസും ആഹാരവും ഒക്കെ കൊടുക്കുമായിരുന്നു. 15 ദിവസം നന്നായി ഭക്ഷണം കഴിച്ചപ്പോഴേക്കും ആരാധ്യ പൂർണ്ണ രീതിയിൽ ആരോഗ്യം വീണ്ടു കിട്ടി. മോളെ, ഇനി തൊട്ട് ഞാൻ നിന്റെ അടുത്ത് ഒരു പിശുക്കും കാണിക്കില്ല കേട്ടോ. കാരണം നിനക്ക് എന്തേലും സംഭവിച്ചു പോയാൽ എല്ലാരും എന്നല്ലേ പറയൂ. ആ സമയത്ത് അജയ് വിജയുടെ കൂട്ടുകാര് പോലീസിനെയും കൊണ്ട് അവിടെ എത്തി. നോക്കൂ, ഞാനൊരു ന്യൂസ് അറിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. നിങ്ങൾ ഒരു പെൺകുട്ടിയെ കൊണ്ട് നിങ്ങളുടെ ആൺമക്കളെ കല്യാണം കഴിപ്പിച്ചു. ഇത് വളരെ കുറ്റകരമാണ്. അജയ് വിജയ്ക്ക് എല്ലാ കാര്യം മനസ്സിലായി. ഇൻസ്പെക്ടർ സാറേ, എന്റെ തെറ്റ് തന്നെയാ. ഞാൻ കരുതി എന്തിനാ 2 പിള്ളേരെയും കല്യാണം കഴിപ്പിക്കുന്നത്? ചെലവ് കൂടില്ലേ? പിന്നെ എല്ലാ ജോലികളും ചെയ്യാൻ ഒരാള് പോരെ, എന്തിനാ 2 പേര്? മരുമകൾ ജോലിക്ക് വേണ്ടി മാത്രമുള്ളതല്ല. നിങ്ങൾ ഈ വീട്ടിൽ വന്ന സമയത്ത് നിങ്ങൾ ജോലിക്ക് വേണ്ടി മാത്രം വന്നതാണോ?
അങ്ങനെ ജോലിക്ക് വേണ്ടി മാത്രം വന്നതാണെങ്കിൽ നിങ്ങൾക്ക് 2 പിള്ളേരുണ്ടാവില്ലല്ലോ. ഒരു മുറിക്കകത്ത് 2 സഹോദരന്മാരും ഒരു ഭാര്യയും. എന്തൊരു മോശമാണ് ഈ കാര്യങ്ങൾ. അയ്യോ അങ്ങനെയല്ല സാറേ, മരുമകൾക്ക് വേറെ റൂമാ കൊടുത്തിരിക്കുന്നേ. അവൾ ഇതുവരെ ഞങ്ങളുടെ മക്കളുടെ കൂടെ കിടന്നിട്ടില്ല കേട്ടോ. ഇൻസ്പെക്ടർ സാർ, അമ്മായി പറയുന്നത് ശരിയാണ്. ഇതുപോലത്തെ കല്യാണം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ കാണുന്നത്. അങ്ങനെ ആരാധ്യനെ അജയനെ കൊണ്ട് കെട്ടിപ്പിച്ച് രണ്ടുപേരും ഒരു മുറിയിൽ കിടക്കാൻ തുടങ്ങി. ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായതിനു ശേഷം അവളുടെ അമ്മായി ഉണ്ടായിരുന്ന പിശുക്കൊക്കെ അങ്ങ് നിർത്തി. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം വിജയുടെ കല്യാണം വേറൊരു പെൺകുട്ടിയുമായി നടത്തി. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. Thanks for watching.